അല്ലെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ ലീഡറായിട്ട് ഈ ഒരു സെക്ഷന് കേൾക്കുന്നവരുണ്ടാവാം. അപ്പോ ഏത് രീതിയിൽ വന്ന ആളുകളായാലും നമുക്കറിയാം പിച്ചിക്കാട്ട് എന്താണെന്നോ ഒന്നും മനസ്സിലാവാത്ത ആളാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു സീറോയിൽ നിന്നാണ് ഈ ഒരു പിച്ചിക്കാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വിവരം എന്ന് പറയുന്നത് സീറോ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇന്നൊരു സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളായാലും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. കാരണം ഒരിക്കൽ എന്റെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടും കാര്യം ഹസ്ബൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് കേട്ടപ്പോ എനിക്കൊരു വിശ്വാസം, ഇത് എന്തായാലും എനിക്ക് വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങൾ ഇനിയൊരു വേറൊരു ഫീൽഡിലേക്ക് പോയാൽ എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാമിലിയെ എനിക്കൊന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോ ഞാൻ വന്ന ഒരു ടൈമിൽ ഒരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെ കാരണം ഒരു ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഇതില്ലാതെ ഇരിക്കുമ്പോൾ ഒരു 100 പോയിന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ഒരു സാധാരണ വീട്ടമ്മ എടുക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ പിറ്റേ ദിവസം മുതൽ ഇത്ര പൈസക്ക് പ്രൊഡക്റ്റ് എടുത്തില്ലേ എന്നൊക്കെ ചോദ്യം വരൂല്ലേ. അപ്പോ അതൊക്കെ ഇതിലെ കൂടി കേൾക്കുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കുന്നുണ്ട്. ഇന്ന് എന്തായി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോ പിറ്റേ ദിവസം തുടങ്ങിയില്ലേ എന്തായി എന്തായി എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മളൊരു ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത് സ്റ്റാറ്റസ് ഇടുന്ന ടൈമിലും നീ ഇതിലൊക്കെ ചെന്ന് പെട്ടോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ പിന്നീട് നമ്മളുടെ സ്റ്റാറ്റസ് ആയാലും നമ്മുടെ സംസാര രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മിണ്ടാത്ത, അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ അന്ന് കളിയാക്കിയവര് ഇന്ന് ഒന്നും മിണ്ടാതെ ഇതിനെ ഫിജിക്കാർഡിനെ കുറിച്ച് പോലും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നവരുണ്ട്. കാരണം അന്ന് ഒരുപാട് കളിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ കുറിച്ച് വേറെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു രീതിയിൽ എത്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാവുന്നത് കൊണ്ട് അവർ കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കാറില്ല. അപ്പോ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നപ്പോ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ 7M സെക്ഷന്, അതുപോലെ തന്നെ BOP സെക്ഷന്, അതുപോലെ തന്നെ നമുക്കറിയാം ഡിജിറ്റൽ അക്കാദമിയിലെ വർക്ക്ഷോപ്പ് നമ്മളെ ലീഡേഴ്സ് നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് വർക്ക്ഷോപ്പ് എടുത്ത് തരുന്നു. ഇവിടുത്തെ അതൊക്കെ പ്ലാന് വളരെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് തന്നെ അതിനൊരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ പ്ലാന് കാര്യങ്ങളൊക്കെ പഠിച്ചു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങളെ പോലെ തന്നെ ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്യും, ഓഫ് ചെയ്യും, ക്യാമറ ഓഫ് ചെയ്ത് നമുക്ക് സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ, അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ടീച്ചർ ആയതുകൊണ്ടല്ല ഇതുപോലെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രക്ക് കോൺഫിഡൻസ് നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്നതൊന്നും ഒരു ടീച്ചർ ആയതുകൊണ്ട് ഒരിക്കലല്ല. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ സംസാരിക്കുന്നത് ഫിജിക്കാർട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പോ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണ വീട്ടമ്മക്ക് എങ്ങനെയായിരിക്കും ഇതുപോലൊരു സ്ക്രീനിൽ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, കോൺഫിഡൻസ് കുറവ് എല്ലാതും എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മൾ വന്നു ഇതിനെക്കുറിച്ച് പഠിച്ചു. എന്തായാലും 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഇതിലേക്ക് വന്നത് വെറുതെ അല്ലേ. ഇനി അവിടെ നിന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് പേര് കളിയാക്കുമ്പോഴും അതൊക്കെ ഇതിലേക്ക് കേട്ട് അതിലേക്ക് അളഞ്ഞു. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളൊരു വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വിജയിക്കാം എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ഇതൊക്കെ അവിടെ പറയും, അതൊന്നും നമ്മൾ നോക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു. അപ്പോ കുറച്ച് ടൈം ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് നാളെടുത്തു ഞാനൊരു ഫസ്റ്റ് റാങ്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്താനായിട്ട്. അതിന് മുമ്പ് പ്രോഗ്രാം അവതരിപ്പിക്കും, എല്ലാ പ്രോഗ്രാമും കറക്റ്റ് ആയിട്ട് കേൾക്കും, അതുപോലെ തന്നെ നമ്മളെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പോ വലിയൊരു ഫസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോ മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു. കാരണം
ഒരുപാട് നമ്മളെ കൂടെ വന്നിട്ടുള്ള നമ്മൾ ഒന്നിച്ച് വർക്ക്ഷോപ്പിൽ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവും സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് മാറുന്നു. ഞാൻ ഇങ്ങനെ 7am അവതരിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അല്ലെങ്കിൽ കുറെ ഫോളോ അപ്പ് കൊടുക്കുന്നുണ്ട്. ഒന്നും കറക്റ്റ് സെയിൽ ആവുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമം. മറ്റുള്ളവരൊക്കെ കേറി പോകുന്നു. നമുക്കറിയാലേ കുറച്ച് നാൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മാത്രം എന്താണ് വളരാത്തത് എന്നൊക്കെ ഭയങ്കര ടെൻഷന്. പിന്നെ മനസ്സിലൊരു ചിന്തയായിരുന്നു, എങ്ങനെയും ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ എത്തണം. അതായിരുന്നു ഒരു വാശി. കാരണം കുറച്ച് നാളിങ്ങനെ നിൽക്കുന്നു, മറ്റുള്ളവർ പോകുമ്പോൾ നമുക്കും നമ്മളേതായിട്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും സെയിൽസ് എക്സിക്യൂട്ടീവ് ആവണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു പിന്നീട്. അങ്ങനെ ഫിസിക്കലായിട്ട് ഇത് നടത്തുന്നു. ഈ ഓൺലൈനായിട്ട് പലരെയും സംസാരിക്കുന്നു. അങ്ങനൊക്കെ പെട്ടെന്ന് തന്നെ നല്ലൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോ പെട്ടെന്ന് തന്നെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിലേക്ക് മാറാനായിട്ട് സാധിച്ചു. പിന്നീട് അതുപോലെ തന്നെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലേക്കും അതുപോലെ തന്നെ സെയിൽസ് മാനേജറിലേക്കും പെട്ടെന്നാണ് എനിക്ക് മാറാനായിട്ട് സാധിച്ചത്. കാരണം നമ്മൾ അത്രക്കും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ലോകം മുഴുവനും നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ലീഡേഴ്സ് പറയുന്നത് ഏറ്റെടുത്തു, മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ 3ാമത്തെ റാങ്കിലേക്കും അതുപോലെ തന്നെ 4ാമത്തെ റാങ്കായിട്ടുള്ള സെയിൽസ് ടീം മാനേജർ എന്ന 4ാമത്തെ റാങ്കിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ പറയുന്നതൊന്നല്ല, ഇന്നലെ ജോയിൻ ചെയ്തവരുണ്ടാവാം, അല്ലെങ്കിൽ 6 മാസമായിട്ടും 1 വർഷമായിട്ടും ഒരു ജോയിനും വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവില്ല, സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവൂലേ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സെയിൽ എടുക്കാൻ കഴിവുള്ള ആളുകളും നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണാല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ എത്ര നാള് നിന്നു എന്നുള്ളത് നമുക്കറിയാലേ. ചിലപ്പോ 1 വർഷം 2 വർഷം. പക്ഷെ ആ ഒരു നിൽക്കുമ്പോ നമുക്ക് അല്ലാതെ അവിടെ അത് ഓണാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ ലീഡേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യരുത് ഒരിക്കലും. നമുക്ക് വേണ്ടി നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് വരണം. നമ്മൾ പല ആളുകളും ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഡേഴ്സിന് വേണ്ടി പ്രോഗ്രാം കേൾക്കുന്നവരും ലീഡേഴ്സിന് വേണ്ടി പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമ്മളാണ് ഇവിടെ 1 രൂപ ഫിജിക്കാർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും ആവശ്യമില്ലാത്തതോ അങ്ങനെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും നമ്മളുടെ ഈ ഒരു കമ്പനിയിൽ ഇല്ല. ഇനി നമുക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റും വാങ്ങിക്കാം. ഇനിയിപ്പോ നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ളത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കൂലേ. അങ്ങനെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടായാലും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെന്തെങ്കിലും അതിനൊരു വാല്യൂ കാണിക്കാം. അപ്പോ നമ്മൾ ഇപ്പോ 1 വർഷമായിക്കോട്ടെ നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നാളെ മുതൽ നമ്മൾ മാറാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിന്റെ പ്ലാന് നമുക്കറിയാം. ഒരു 15 മിനിറ്റ് ഒക്കെ നമുക്ക് ഒരു പ്ലാൻ പറയാം. സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാവൂലെ. പക്ഷെ ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാനായിട്ട് കഴിവ് വേണം. അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ എന്തൊരു ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം, നമ്മൾ ലീഡേഴ്സിനെ അപ്പൊ കണക്ട് ചെയ്യും. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, മാറാം. നമ്മൾ പറയാൻ പഠിക്കാം. അതുപോലെ തന്നെ സ്ക്രീനിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ആണ് ഒരു MC ചെയ്യാനായിട്ട് പറ്റുന്നതായി. ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു MC പറയാനായിട്ട് ശ്രമിക്കാം. നമുക്കൊരു കോൺഫിഡൻസ്, ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കറിയാം ഇതുപോലത്തെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു വിശ്വാസമാണ്. കാരണം ഒരുപാട് പേര് ഓൺലൈനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫിസിക്കലായിട്ട് ചെയ്യുന്നവരും ഉണ്ട്, ഓൺലൈനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്.
അപ്പൊ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമ്മള് ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുവന്ന ആളുകളിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റുകളിലും എല്ലാത്തിലും കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് അതിലൊരു വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പോ നമുക്ക് ആ വിശ്വാസം വെറുതെ ഉണ്ടാവില്ല അല്ലെ. അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മുന്നിൽ വന്ന് ഇതിനെ കുറിച്ച് കമ്പനിയെ കുറിച്ച് നമുക്ക് ഭയങ്കര ഇതാണ്, നമ്മളെ ലീഡേഴ്സ് ഒക്കെ ഭയങ്കര ഇൻകം വാങ്ങിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ എന്റെ ലീഡർ അങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കും എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരാൾ നമ്മളെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. നമ്മൾ എന്താണ് കമ്പനി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ, അല്ലെങ്കിൽ കമ്പനി നമുക്ക് കിട്ടുന്ന ഇൻകം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കിയെടുക്കാം. എന്നിട്ട് അതിനെ കുറിച്ച് കുറച്ച് വന്നായ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാ, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓരോ ദിവസം നമുക്ക് കൊണ്ടില്ലേ നമ്മളെ മുന്നിൽ നമുക്കറിയാം, പെട്ടെന്നാണ് ഓരോ ദിവസത്തിന്റെ ടൈം പോകുന്നത്. ഇന്ന് ഇപ്പോ കഴിഞ്ഞൊരു ദിവസമാണ് ഞാൻ 7M സെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഈ ഒരു ദിവസത്തിലേക്ക് വന്നത്. പോസ്റ്റർ വന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. നമ്മളെ മുന്നിൽ കുറച്ച് ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് പഠിച്ചെടുക്കാം. ഇതിൽ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മളെ കമ്പനിയെ കുറിച്ചും നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളുടെ പാർട്ട്നേഴ്സ് നമ്മളെ കൂടെ ഒരാൾ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം, ഒരു വിശ്വാസം നമ്മൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അതായത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വന്ന ടൈമിലൊക്കെ വർക്ക്ഷോപ്പിൽ കയറുമ്പോൾ ക്യാമറ ഓൺ ചെയ്യും ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. കാരണം ഒരു സ്ക്രീനിലേക്ക് വരാന് നമുക്ക് ഭയങ്കര ഒരു മടി. നമുക്ക് എന്താണ് കാരണം, നമ്മൾ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു കൊറോണ സമയത്താണ് ഇതുപോലെ എന്താണ് ഓൺലൈൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സൂം എന്ന് ഡൗൺലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ക്ലാസ് കേൾക്കാനായിട്ട് അവരെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്താം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്റെ ജിഗാട്ടിൽ വന്നതിന് ശേഷമാണ് സൂം എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുന്നത്. അപ്പോ നമ്മൾ എന്താണ് ഈ ഒരു ഫീൽഡ് ഇതുപോലെ ഒരു സ്ക്രീനിൽ മുന്നിൽ വരുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ സംസാരിക്കും, ഇത് ക്യാമറ എങ്ങനെ ഓൺ ചെയ്ത് വെക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നീട് എന്താണ് സംസാരിച്ച് നമ്മൾ എന്താണ് ആ വർക്ക്ഷോപ്പിൽ കയറി ഓരോന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നീട് ഒരു ഫസ്റ്റ് 7M സെക്ഷൻ എന്ന് പറയുന്നത് എന്നും എന്താണ് അപ്പോ ഞങ്ങക്ക് ഷംസ സാറായിരുന്നു നമ്മുടെ ലീഡർ ആയിട്ട് വരുന്നത്. അപ്പോ സാറ് അറിയായിരിക്കും ടീം ക്യാപ്റ്റനില്. അപ്പോ നമുക്ക് ഓരോ 7M സെക്ഷന് ഇന്നത് ചെയ്യുന്ന പറയുമ്പോ വരട്ടെ സാർ വരട്ടെ എന്ന് പറയുമ്പോ പിന്നീടാണ് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല പറയാ. എന്തായാലും സ്ക്രീനിൽ കയറണം. അന്ന് എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞോന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം നമ്മളെ ഫസ്റ്റ് 7M സെക്ഷൻ എന്തായാലും നല്ലതായിരിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ ലീഡേഴ്സ് ആയ ഒരു 7M സെക്ഷൻ കഴിയുമ്പോൾ വിളിച്ചിട്ട് നന്നായിരുന്നു, ആദ്യമായിട്ട് ചെയ്ത ഒരു ഇതേ തോന്നില്ല, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ലൊരു 7M പറയുമ്പോ നമ്മളെന്നെ ായിരുന്നു ഞാൻ പറയാ. പക്ഷെ ഇതിൽ നിന്നൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളെ ലീഡേഴ്സ് വിളിച്ചുകൊണ്ട് അന്ന് ഒരുപാട് ലീഡേഴ്സ് എന്നെ വിളിച്ചു ഫസ്റ്റ് 7M സെക്ഷനിൽ. നന്നായിരുന്നു, അടിപൊളിയായിട്ട് പറഞ്ഞു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്താണ് അടുത്തൊരു 7M സെക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ അടുത്തൊരു BOPയിൽ പ്ലാൻ പറയാന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഇനി എന്താണ് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ നമുക്കൊരു മനസ്സിലൊരു ചിന്താഗതി വരുമ്പോ നമ്മൾ എന്താണ് കൂടുതൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കൂലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളൊരു സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോ നമ്മൾ പറയും നമ്മളെ ഈ വോയിസ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ വരുമ്പോ ഫസ്റ്റത്തെ ഒരു സെക്ഷൻ ആയിരിക്കില്ല രണ്ടാമത്തെ സെക്ഷൻ ആയിരിക്കില്ല മൂന്നാമത്തെ, അങ്ങനെ സെക്ഷനിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചും നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സിനെ
കേൾക്കാനുള്ള ഒരു കഴിവും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്കറിയാം നമ്മളിവിടെ വിജയിക്കും തോറും നമുക്ക് ഓരോ പാർട്ട്നേഴ്സ് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മളുടെ വിശ്വസിച്ച് ഒരുപാട് പേര് നമ്മളെ കൂടെ വരും. അപ്പൊ അവരെ കേൾക്കാന് ഇപ്പൊ അനു പറഞ്ഞ പോലെ അനു പല സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ ഒരു സാഹചര്യം ഞാൻ ആ ലീഡർ കേൾക്കണം അല്ലെ. നമുക്ക് ചിലപ്പോ പല ടെൻഷനും കാര്യങ്ങളും ലീഡേഴ്സിന് ഉണ്ടാവും. പക്ഷെ നമ്മളുടെ പാർട്ട്നേഴ്സിന്റെ കാര്യങ്ങൾ കേൾക്കാനും അവരെ മനസ്സിലാക്കി എടുക്കാനും നമ്മൾക്കൊരു കഴിവ് ലീഡേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് വേണ്ടത് ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഒരു സക്സസ് അല്ലെ, നമുക്കൊരു സക്സസ് എന്ന് പറയുന്നത് ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്താണ് നിരന്തരം പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കളിയാക്കൽ ഉണ്ടാവും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവാം. നമുക്ക് ചില ആളുകൾ അറിയാം അല്ലെ, അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പോ ഒരു IAS എടുക്കണമെന്നായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയാൻ വലിയ വലിയ ഒരു പൈലറ്റ് ആവണം, അല്ലെങ്കിൽ മറ്റുള്ള PSC-യിൽ വലിയ റാങ്ക് നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള ആളുകളായിരിക്കാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നിരന്തരം പ്രയത്നത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് വരുന്നതിന് മുമ്പ് ചിലപ്പോ നമ്മൾ കുറച്ച് നാൾ ജോലി ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മുന്നിൽ നാണം കെടേണ്ട അവസ്ഥ. പലരും എനിക്ക് ഇപ്പോഴും ജോബ് ആയിട്ടില്ലേ എന്നുള്ള കുറച്ച് കുറ്റപ്പെടുത്തലുകള്, ഫാമിലി പോവാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ചിലപ്പോ എന്താണ് വലിയ സപ്പോർട്ടില് ഫാമിലി നിൽക്കുന്ന ആളുകളുണ്ട്. അവനക്ക് ജോബ് ചെയ്യാനായിട്ട് ആ ഒരു ജോബാണ്, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് വേണ്ടി അവനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി സപ്പോർട്ട് ചിലവർക്ക് ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ ഉണ്ടാവാം. അപ്പൊ എന്താണ് ഒരു കാര്യം എത്തിയെടുക്കണം. ഇപ്പൊ ഞാനൊരു സെയിൽസ് ടീം മാനേജറായി, അല്ലെങ്കിൽ അനു സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിലേക്കായി ഒരു റാങ്കിലേക്ക് എത്താൻ ഒരുപാട് ക്ഷമ കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പ്രോഗ്രാം അവതരിപ്പിച്ചും അതുപോലെ തന്നെ കേട്ടും ഇതുപോലെ പഠിച്ചും മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെന്താണ് ക്ഷമ കൊടുത്ത് നമ്മൾ പോണം. ഇപ്പൊ ഞാൻ വന്ന് എനിക്ക് ഫസ്റ്റ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്, എനിക്ക് നാണക്കേടാവുന്നു ഇനി ഇതിലേക്ക് വരാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തി പോവാണെങ്കിൽ ഒരിക്കലും എനിക്ക് എന്താണ് ഈ ഒരു 4ാമത്തെ റാങ്കിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എനിക്ക് എന്നായാലും എനിക്ക് കുറച്ച് ടൈം എടുത്താലും എനിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വിശ്വാസം മനസ്സിൽ ഒരു ക്ഷമ കൊടുത്ത് നമ്മളിവിടെ നിന്നപ്പോ നമ്മളെന്താണ് അതിലേക്ക് എത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മള് പ്രോഗ്രാം അവതരിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്താണ് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ഷമ ആയാലും നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഒക്കെ നിന്ന് കഴിഞ്ഞാല്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിക്കാനും അവരെ കേൾക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ് വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുക, നമ്മൾ ട്രെയിനിങ് ചെയ്യാം. നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മളെ പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്റെ വിവരമായിരിക്കില്ല നമുക്ക് നമ്മളെ കൂടെ വരുന്ന പാർട്ട്നേഴ്സിന്. ഇപ്പോ പല ആളുകളും നമ്മളോട് പറയൂലേ, ഇപ്പൊ ഞാൻ ഇന്ന ഫീൽഡിൽ നിൽക്കുന്നതാണ്, ഇത്ര വലിയ ഹൈ ജോബ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം, എന്നെ എന്റെ ഒരു ലീഡർ എന്ന് പറയുന്ന 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആളുകളാണെന്ന് അല്ലെ. പക്ഷെ ഏത് ഫീൽഡിൽ നിന്ന് വന്ന ആളുകളായാലും നമുക്കറിയാം ഫിജിക്കാട്ടിന്റെ വിവരം എന്ന് പറയുന്നത് അതിന് വേറൊരു പ്രത്യേകത ഉണ്ട് അല്ലെ. ഓരോ കൺസെപ്റ്റിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പോ ഏതൊരു വലിയ ജോബിന് എന്നായാലും അല്ലെങ്കിൽ ഏത് ചെറിയൊരു ജോബ് ചെയ്യുന്ന ആളുകളായാലും ഇവിടെ ഉള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ദിവസം മുമ്പാണോ നമ്മൾ വന്നിട്ടുള്ളത്, അവരോട് ലീഡർ ആണ് അല്ലെ, അപ്പൊ അവരുടെ ഈ ഒരു ഫിജിക്കാട്ടിന്റെ അറിവ് എന്ന് പറയുന്നത് അതിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ലീഡേഴ്സിനെ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യതയോടുകൂടി കേൾക്കാം. അപ്പോ ഞാനൊരു ലീഡർ ആണെങ്കിൽ ഞാൻ എന്ന ലീഡർ ഈ ഒരു ഫിജിക്കാർഡിനെ കുറിച്ച് പഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മളെ പാർട്ട്നേഴ്സിനെ പഠിപ്പിക്കാനും നമ്മൾ ശ്രമിക്കാന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സ്ഥിരത ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സ്ഥിരത ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് സക്സസ് ഉണ്ടാവില്ല.
ഒരു കാര്യങ്ങൾ, ഒരു ലക്ഷ്യം, ഒരു ഫോക്കസ് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണ് കുറച്ച് ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആയിട്ട് യൂട്യൂബായിട്ട് മറ്റുള്ളതൊക്കെ എന്താണ് ഓരോ കാര്യങ്ങളും ആണ് കൂടുതലായിട്ട് നമ്മൾ കാണാം അല്ലെ. അപ്പൊ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോ നമുക്ക് അതൊരു ഇപ്പൊ ഒരു റീല് കാണുമ്പോ നമ്മളെ മനസ്സിലെ പുതിയ നമുക്കൊന്ന് യൂട്യൂബ് കാണാം, അങ്ങനെയൊക്കെ നമ്മളെ ചിന്താഗതിക്ക് മാറി പോവാതിരിക്കാം. അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ എന്താണ്, ഇനി ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട, നമുക്ക് ഇത് ഇവിടെ നിർത്തി പോവാം എന്നൊരു ചിന്താഗതി നമ്മൾ ഇല്ലാതെ നമുക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യം, എന്താണോ നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു ഫോക്കസിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒരുപാട് പ്രയത്നിക്കേണ്ടതും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ചിലപ്പോ വിഷമിക്കേണ്ടതായിട്ടും ഒക്കെ വരാം. അപ്പോ അതിന് വേണ്ടി ട്രെയിൻ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്ന പുതിയ ആളുകളെ പരിചയപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇപ്പോ നമ്മൾ വരുന്ന ടൈമിൽ അല്ലെ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. നമ്മള് ഇവിടെ നമ്മൾ ഒരാളായിട്ട് പരിചയപ്പെടാണ്ട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളാണ് എനിക്ക് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല അല്ലെ, എനിക്ക് ഇതിനെ കുറിച്ച് എന്താണ് ആകെ ഒരു കുറച്ച് പേര് മാത്രമാണ് എന്റെ കോണ്ടാക്റ്റിലുള്ളത്, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലുള്ളവരൊന്നും വരില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അപ്പോ ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോ 25-35 പേര് ആണ് എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കാരണം അടുത്ത കുറച്ച് ഫാമിലി, കുറച്ച് ഫ്രണ്ട്സ്, ആ ഒരു രീതിയിലായിരുന്നു. പിന്നീട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മ പിറ്റേ ദിവസം മുതൽ നമ്മൾ ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്താണ് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അവരെ ഫോണിൽ നമ്മളെ നമ്പർ എന്താണ് സേവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കൂലേ. അങ്ങനെ ഇപ്പൊ ഒരു 3000 സംതിങ് കോണ്ടാക്ട് എങ്ങാണ്ട് 3000 മേലെ കോണ്ടാക്ട് എന്റെ ഫോണിലായി എന്നുള്ളതാണ്. ഒരു 35-25 കോണ്ടാക്ട് ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ആയിട്ട് വന്നിട്ടുള്ള ഞാൻ 3000 കൂടുതൽ എന്താണ് കോണ്ടാക്ട് നമ്പർ നമ്മളെ ഫോണിൽ സേവ് ആയി എന്നുള്ളതാണ്. അപ്പോ ഓരോ ദിവസം നമ്മൾ എന്താ ഓരോ ആളുകളെ പരിചയപ്പെടാം. ഇപ്പോ ടീമിൽ തന്നെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴും ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്താണ് പലരുടെ ചിന്താഗതിയാണ് അത്. നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും എന്നുള്ള മനസ്സിൽ ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത് അല്ലെ. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോ വന്ന് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം അപ്പൊ പെട്ടെന്ന് ചോദിക്കൂല. അവര് ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാവും, ഒരു കളിയാക്കലായിരിക്കും അല്ലെ. നീയും ചേർന്ന അതിന് ചിലപ്പോ മിണ്ടാതിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള ചിന്താഗതി വെച്ചിട്ട് അവര് മിണ്ടാതിരിക്കും. അപ്പോ നമ്മൾ നമ്മളെ മനസ്സിലുള്ള കണക്കുകൂട്ടൽ ഇങ്ങനെ ഇരിക്കും. നമ്മളെ ലെഫ്റ്റും റൈറ്റും നമ്മളെ ഫാമിലിയിലുള്ളവർ വരും, ഫ്രണ്ട്സ് വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എന്താണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആവും. അതിൽ നിന്ന് അവരെ ഫ്രണ്ട്സുകളെ കൊണ്ടുവരണം. അതിൽ നിന്ന് സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആവും. അതിൽ നിന്ന് അവരെ ഫ്രണ്ട്സുകളും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റായി സെയിൽസ് മാനേജറായി എന്നുള്ള മനസ്സിൽ അങ്ങനൊക്കെ സ്വപ്നമായിരിക്കും നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ. പക്ഷെ അവരൊക്കെ വരാതെ അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താണ് ഇനി അവള് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിനോട് പിന്നെ വിളിക്കുമ്പോ അവൾ ചിലപ്പോ എന്താ ചെയ്യും, പെട്ടെന്ന് കോളൊന്നും എടുക്കില്ല. അവള് ഫിജി കാർഡിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ജോബിനെ കുറിച്ച്, അത് ഏതായിക്കോട്ടെ കേട്ടോ, ഫിജി കാർഡിനോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് ഏത് ജോബ് ആയിക്കോട്ടെ അതിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ജോബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിക്കൂല്ലേ. നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് പേര് നമ്മളെ കൂടെ വരും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് ഇത് സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് ജോബാണോ ചെയ്യുന്നത് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം.
ആ ഒരു കറക്റ്റ് ആയിക്കൊണ്ട് നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ ആയാലും ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആയാലും അല്ലെ, ഫസ്റ്റ് ഒന്നും നമുക്ക് അതിൽ നിന്ന് വലിയൊരു കാര്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവുന്നത്. അതില് പക്ഷെ നിരന്തരം പ്രയത്നിച്ചുകൊണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കോടിക്കണക്കിന് രൂപയുടെ ഒക്കെ എന്താണ് വീടായാലും ഒക്കെ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പക്ഷെ അവരുടെ ഒരു പാസ്റ്റ് അവരുടെ ഒരു ആദ്യ കാലഘട്ടം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും ഒരാള് പോലും അവരുടെ റീല് കാണാനോ അല്ലെങ്കിൽ അവര് ഒരുപാട് ഇതല്ലേ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഒരു ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നതും അത് റീലാക്കി മാറ്റുന്ന അതിന്റെ വീഡിയോ അവരെന്ത് ചെയ്യും ഒരുപാട് ചിലപ്പോ ടൈം എടുത്തിട്ടായിരിക്കും അതെന്താണ് അത് വീഡിയോ ആക്കി സെറ്റ് ചെയ്ത് അതിലെന്താണ് ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ ചിലപ്പോ എന്താണ് ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമന്റ് പോലും ഇടാതെ പലരും കണ്ടിട്ട് എന്താണ് പലരും വിളിച്ച് പറയുന്നത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണട്ടാ, ലൈക്ക് ചെയ്യട്ടാ, സബ്സ്ക്രൈബ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. ചിലപ്പോ പറഞ്ഞ ആളുകളൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. പിന്നീട് എന്താണ് അവര് അത് നിർത്തിപ്പോയില്ല. എന്റെ ഒരാളും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും അവിടെ നിർത്തിയില്ല. നിർത്തിപ്പോയവരുണ്ട്. നിർത്തിപ്പോയവർക്ക് നഷ്ടം മാത്രം. പക്ഷെ അത് സ്ഥിരമായിട്ട് പിന്നീടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മള് 2 ആളുകൾ കണ്ടു, 3 ആളുകൾ കണ്ടു, 10 ആളുകൾ കണ്ടു, 1000 ആളുകൾ കണ്ടു, പിന്നെന്താണ് 10,000 പേരിലേക്കും 1,00,000 പേരിലേക്കും മില്യൺസിലേക്കൊക്കെ എന്താണ് ആ ഒരു വീഡിയോ ഷെയർ ആയി പോയിട്ടുള്ള സാഹചര്യം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ചെറിയൊരു വീഡിയോ ഇതിലൊരു ടൈമിൽ എടുത്ത ഒരു വീഡിയോ എന്താണ് അത് ക്ലിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാ ഒരു കാര്യം ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഫിജിക്കാർട്ടിലും ഞാൻ പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എന്നൊരാള് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ചിന്തിക്കാണ് എനിക്കിതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല, എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാ നമ്മള് അത് മാറ്റി വെച്ചു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ ഇതൊക്കെ വിജയിക്കാൻ പറ്റും, ഇത്ര ആളുകൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറ്റാതെ. നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് ഒരു നഷ്ടവും ഇല്ല അല്ലെ നമ്മളിവിടെ നിൽക്കുന്നതില്. നമ്മളിപ്പോ അനു പറഞ്ഞ പോലെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അവിടെ സ്ഥിരമായിട്ട് ചെന്നിരുന്നാൽ മാത്രമാണ് അവിടെ എന്താണ് ആളുകൾ വരുന്നതൊക്കെ. നമുക്ക് ഇവിടെ എവിടെയും ചെന്നിരിക്കണ്ട, നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ റൂം സ്പേസിൽ ഒരു ഫോൺ നെറ്റ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളെ മക്കളെ നോക്കുന്നുണ്ട്. ഇപ്പോ രാവിലെ മോളെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് 7M സെക്ഷൻ ചെയ്യുന്നത്. ഞാൻ 7M സെക്ഷൻ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നഷ്ടവും വന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ഫംഗ്ഷനുകൾ എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നില്ല. ഏത് സാഹചര്യത്തിലും എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്ത് നല്ലൊരു വരുമാനത്തിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോ പുറത്ത് പോയി ജോബ് ചെയ്യുമ്പോ നമുക്കറിയാം ഞാൻ ഒരുപാട് അതിന് ഇതാക്കിയിട്ടുള്ളതാണ്. കാരണം മോള് ചെറുതായിരുന്നു ആ ടൈമില് ഏൽപ്പിച്ച് പോണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരും ഏൽപ്പിച്ച് പോണം. വരുമ്പത്തേനും എന്താണ് കരഞ്ഞൊരു രീതിയിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണുന്നില്ല. അവരുടെ ഒരു പ്രായം അതാണ്. പക്ഷെ ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാല് ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ മാറി നിൽക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ടൈമിൽ അല്ലെ എന്തൊക്കെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതൊന്നും മാറ്റി വെക്കാതെ നമ്മള് വീട്ടിലിരുന്ന് ഒരു ഫോൺ നെറ്റ് ഉപയോഗിച്ച് എനിക്ക് എന്താണ് നല്ലൊരു ഇൻകത്തിലേക്ക് നമുക്കറിയാം. സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ മുതൽ നമുക്ക് അതിനു മുമ്പ് നമുക്കൊരു ദിവസം 2000 രൂപ മുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു മാസ വരുമാനം, ഒരു പെർഫോമൻസ് ബോണസ് പോലെ മാസ വരുമാനം നേടിയെടുക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു 5ാമത്തെ റാങ്കാണ്. അപ്പോ അതിലേക്കും എന്താണ് നമ്മളൊന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് അതും നേടിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ മുന്നിലേക്ക് നമ്മൾ പോലും ചിന്തിക്കാതെ ദൈവം നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പോ അത് ഏറ്റെടുക്കുക, മനസ്സിലാക്കുക, ക്ഷമ കൊടുത്ത് അതിന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ 13ാമത്തെ റാങ്ക് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഫോക്കസ് ചെയ്യാം. അതിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം.
ഇത് ഇട്ടിട്ട് പോവാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ എന്റെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇട്ടിട്ട് പോവാനും. പക്ഷെ ഞാൻ ഇവിടെ നിന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് 4ാമത്തെ റാങ്കിലേക്ക് എനിക്ക് എത്താനും അതുപോലെ തന്നെ വലിയൊരു ടീമിനെ കൊണ്ടുപോവാനും. എൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് പല രീതിയിലും ബാംഗ്ലൂരുണ്ട്, ഗുജറാത്തിലുണ്ട്. ഇപ്പോൾ അനുമേടൊക്കെ ഗുജറാത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ്, തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാട് ജില്ലകളിലേക്കും ഒക്കെ പരന്ന് കിടക്കുന്ന ഒരു ടീമാണ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വളരാ. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളവരെ വളർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു അനു മാഡം. താങ്ക് യു ജെസിന മാഡം.